ചന്ദ്രേട്ടന് ഇഷ്ടപ്പെട്ട വീടാ, മലമുകളിലെ വീടാന്നൊക്കെ പറഞ്ഞ് എന്നെ വാങ്ങിച്ചതാ. അതൊക്കെ സത്യം തന്നെ സ്വാമി. ആ വിചാരമൊക്കെ എനിക്കുണ്ട്. അല്ല പിന്നെ സ്വാമി ഒരു കാര്യം ചെയ്യട്ടെ, ഫ്രീ ആവുമ്പോ എന്നെ ഒന്ന് വിളിച്ചാട്ടെ, നമുക്ക് ആലോചിച്ച് സംസാരിക്കാം. എന്താ? ശരി. കൊച്ചമ്മ വീണ്ടും വീട് മാറുന്ന എന്ത് മാറിക്കൂടെ? ഒരിടത്ത് മൂട് ഉറപ്പിച്ചിരിക്കാൻ പറ്റൂല. അതിനു മുമ്പ് എങ്ങനെ മാറിക്കൊണ്ടിരുന്ന? നിന്റെ മൂട് ഉറക്കുന്നില്ലേ ഇവിടെ? അല്ല കൊച്ചമ്മ, ഇവിടെ ആകുമ്പോഴേ പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ, അതാണ് പറയുന്നത്. ഇവിടത്തെ കാറ്റാണ് കാറ്റ്, ഇവിടത്തെ മഞ്ഞാണ് മഞ്ഞ്. അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവിടത്തെ കാറ്റാണ് കാറ്റും മഞ്ഞും ഒക്കെ കൊണ്ട് മുത്തു സാർ ഇവിടെ അങ്ങ് ഇരുന്നാട്ടെ. ഞാനേ വേറൊരാളെ വെച്ച് വേറൊരു വീട്ടിൽ പോയി താമസിച്ചോളാം. അയ്യേ, അതിന് അങ്ങനെ പറയാനായിട്ട് ഇതെന്തോ എന്റെ മാവന മച്ചമ്പയാണ്. അതാ ഞാൻ ചോദിച്ചത്. നിന്റെ മട്ട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ലതും ആയിരിക്കും. പൊന്നു കൊച്ചമ്മ, ഈ ഇണം കെട്ട കാറ്റ് കാരണം ഒരു തുണി നനച്ച് വിരിക്കാൻ പറ്റൂല. ഈ ഇണം കെട്ട മഞ്ഞ് കാരണം മൂക്കൊലിപ്പ് ജലദോഷം വിട്ടുമാറൂല. എനിക്ക് ഒന്നാമത് ഇവിടെ ഇഷ്ടമല്ല. അയ്യേ, അപ്പൊ നമുക്ക് മാറാം. മാറാം. ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴും ഞാൻ റെഡി, എപ്പോഴാണെങ്കിൽ ഞാൻ റെഡി. നീ ആള് കൊള്ളാവടാ. ഞാൻ അകത്ത് വല്ലാത്ത കാറ്റ് തന്നെ പൊന്നപ്പൂ. താനിത് എവിടായിരുന്നു? ആഫീസിലൊന്നും പോയില്ലയോ? അല്ല, ഞാൻ കമ്പനിയിലായിരുന്നു മാഡം. അല്ലെ, കമ്പനി പോയോ? പോയിരുന്നു. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? ഇന്ന് രാവിലെ ഒരു ഊമക്കത്ത് കിട്ടിയേ. ഊമക്കത്തോ? ആ, ഊമക്കത്ത്. ഊമക്കത്താര? എനിക്കറിഞ്ഞൂടാ മാഡം. സത്യം പറഞ്ഞാ അത് വായിച്ചു കഴിഞ്ഞാൽ മാഡം ഞെട്ടും. എന്റെ ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ തരല്ലേ എന്റെ പൊന്നു മാനേജരെ. ഇയാള് വായിക്കേ. ആരാ എഴുതിയാ നോക്കട്ടെ. ഞാൻ വായിക്കട്ടെ. എനിക്കെന്താ ഇത്ര പറയല്ലേ? ഏട്ടനറിയാൻ. ആരറിയാൻ? ഇതിനകത്ത് എഴുതിയതാ, ഞാനല്ല. ഏട്ടനറിയാൻ. ഓ, എന്തിനാ ഏട്ടാ എന്നെ പറ്റിച്ചത്? പിന്നൊരു 4 പറ. 4 പറയോ? ആ, പറ പറ പറ. ഓ, ആ പറ. 4 പറ. അടുത്ത വാചകം ഞാൻ വായിക്കത്തില്ല, എനിക്ക് നാണമാ. നാണമാണോ? അപ്പൊ തനിക്ക് വന്നതാണോ? അപ്പൊ എനിക്കൊന്നുമല്ല. അല്ലേ, ഇത്ര നാണിക്കുന്നത് അങ്ങോട്ട് വായിച്ചാ പോരായോ? ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടല്ലേ ഞാൻ എല്ലാത്തിനും സമ്മതിച്ചത്. ഇതാരാണോ ഇത്? ആ, എന്നിട്ടിപ്പോ വലിയ കമ്പനിയുടെ ഉടമസ്ഥനായി അങ്ങ് ഇരിക്കുവാണല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിതിനൊരു തീരുമാനം അറിയണം. ഇല്ലെങ്കിൽ ഞാൻ നേരെ ചാനലിലോട്ട് പോകും. അങ്ങോട്ട് ചാനൽ, TV ചാനൽ. നിസ്സാരക്കാരിയല്ലോ. ആ, എന്നിട്ടെല്ലാം വെട്ടിത്തുറന്ന് പറയും. എന്ന് ഏട്ടന്റെ ഞാൻ. ഏട്ടന്റെ ഞാനാരാ? എനിക്കൊരു ഊഹമില്ല. പിന്നെ ഈ കത്ത് വായിച്ച ഉടനെ എന്നെ വിളിക്കണേ. എന്തൊരു ചിരി. തനിക്കെന്താ ഇത്ര വലിയ സന്തോഷം ഇത് വായിക്കുമ്പോ? എനിക്ക് വിഷമമാ മാഡം. വിഷമം ഇങ്ങനെയാണോ കാണിക്കുന്നത് ചിരിച്ചോണ്ട്? ഭഗവാനെ, എന്തൊക്കെയാണോ എന്തോ. ചുമ്മാതല്ല ഞാൻ പറഞ്ഞത് ഇവിടുന്ന് എത്ര വേഗം മാറണോന്ന്. അല്ല, ഇത് താണ്ട അഡ്രസ്. അഡ്രസ് എന്തുവാ? അഡ്രസ് വേറെ കൂടുതലൊന്നും എഴുതിയിട്ടില്ല മാഡം. തെങ്ങുംകുറ്റി വീട്. തെങ്ങുംകുറ്റിയോ? ആ, തെങ്ങുംകുറ്റി വീട്. അവിടുന്ന് കുറ്റിയും പറിച്ചിഞ്ച് പോകുന്നതായിരിക്കും. എന്തോ ചെയ്യുമെന്ന് പറ. അതിപ്പോഴേ വീട് മാറിയോണ്ടൊന്നും ഒരു കാര്യമില്ല മാഡം. മക്കളുടെ കയ്യിലിരിപ്പ് ഇങ്ങനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ചുമ്മാ എന്റെ മക്കളെ പറയല്ലേ, എനിക്കറിയാമല്ലോ. ശരി, നീ അങ്ങനെയാണെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എങ്ങനെയാണോ എന്ന് പ്രശോഭനോടൊക്കെ ചോദിക്കുന്നത്. എന്തൊരു ഗതികേടാ എന്റെ. ഒരു കാര്യം ചെയ്യാൻ തരത്തിലൊന്ന് പോയി ചോദിച്ചിട്ടേ പ്രശോഭനടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാനിത് അറിഞ്ഞതേ പറയരുത്, മനസ്സിലായോ? എന്നിട്ട് വേണം എനിക്കിത് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ. അയ്യോ, ആ വരുന്നവരോട് അക്ഷരം പറയല്ലേ. അതിലും ഭേദം കേരളത്തിലെ പത്രങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ കൊടുക്കുന്ന. ഇവിടെ ഉണ്ടായിരുന്ന ചായ എടുക്കട്ടാ? തുടങ്ങി നേരെ വെളുതി ചായ 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 എന്ന് ചോദിച്ചോണ്ടിരുന്നത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല, പോയി വേറെ വല്ല പണിയുണ്ടോ ചെയ്യടാ. എന്തൊന്ന് പ്രശ്നം കൊച്ചമ്മ? എന്തൊന്ന് പ്രശ്നം? പ്രശ്നോ? ഇവിടെ എന്ത് പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നും ഇല്ല. ആഫീസിലെ ഫയലുകളൊക്കെ കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്യണമെന്ന് പറയായിരുന്നേ. അപ്പോഴേ ഞാനൊന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരട്ടെ. ഈ സമയത്ത് അമ്പലത്തിൽ പോണത്? ഈ സമയത്ത് അമ്പലത്തിൽ പോയ ദൈവം എഴുന്നേറ്റ് ഓടുകൂടാ. അല്ല, അതില്ല. മനുഷ്യർക്ക് ദൈവത്തിനെ കാണണം തോന്നുമ്പോ പോണം, അല്ലാതെ ദൈവത്തിന് നമ്മളെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കാറില്ലല്ലോ. ഓ പിന്നെ ചോദ്യങ്ങളോ? ഡാൻസ് കളിക്കാൻ ഞാനൊന്ന് പോട്ടെ.
പ്രശ്നം? കുച്ച് നഹീം, തന്നെ കുച്ച് നഹീം. നിങ്ങൾക്ക് എപ്പോഴും ഈ ഒറ്റ വാക്കേ ഉള്ള അങ്ങനെ അങ്ങനെ കൊച്ചമ്മക്ക് എന്തോ വിഷയമുണ്ട്. ഞാൻ കണ്ടുപിടിക്കും കേട്ടാ. എന്തോ പ്രശ്നം പറ. മൂത്ത പുത്ര കഹാ ഹേ? മൂത്രമൊഴിക്കാൻ്റെ ബാത്റൂം ഉള്ളത് എന്റെ അടുത്ത് ചോദിക്കണം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഏയ്, മൂർഖൻ. ആ മുറുക്കല്ല അച്ചപ്പം. പോവാ അങ്ങോട്ട്. ഏ? ഞാൻ പോവാന്ന്. ചായ വേണോ? നഹീം. ആ ഡിസ്റ്റർബ് ചെയ്യല്ലോ, ഞാൻ ചെയ്യുന്ന കാണുന്നില്ലേ? എന്തോ നോക്കുന്നത്? നമ്മുടെ അക്കൗണ്ട്സ് നോക്കിക്കൊണ്ടിരിക്കുക. അടങ്ങിയിരിക്കും. അക്കൗണ്ട്സോ? എന്തോന്ന് അക്കൗണ്ട്സ്? നമ്മുടെ കമ്പനിയുടെ മില്ലിന്റെ. ഏത് കമ്പനി? മില്ല്. ഓ, തുണി മില്ലിന്റെ. അതൊക്കെ നോക്കാൻ അറിയാമോ? പിന്നെ അതൊക്കെ നമ്മൾ നോക്കി അറിഞ്ഞിരിക്കണ്ടേ? നീ ചുമ്മാ അലമ്പാണല്ലോ. ശരിയാക്കി തരാം. എന്ത് ശരിയാക്കി തരാം. എന്തോന്നാ മര്യാദക്ക് ജോലി എടുത്തോണ്ടിരുന്ന എന്നെ ഉപദ്രവിച്ചിട്ട്? വേറെ ആർക്കും താമസിക്കണ്ടേ? എടാ പ്രതീക്ഷ, ഏട്ടത്തി എന്താ ഇത്? നിങ്ങളുടെ തമാശക്ക് മുറി കൊണ്ട് വെച്ച് കാണിച്ചാ പോരെ? ബാക്കിയുള്ളവരെ കൂടെ കാണിക്കണോ? അതൊന്നും കാണിച്ചില്ലല്ലോ ഇവിടെ. എന്തായാലും ഇതൊന്നും ശരിയല്ല സുരഭി. ഇവിടെ വേറെ പലരും ജീവിക്കുന്ന, ഞാനൊരു കൊച്ചിനെ വളർത്തിയെടുക്കുന്നതാ. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ ഞാൻ എങ്ങനെ ബുക്ക് വായിക്കും? എന്റെ കയ്യിൽ പുസ്തകമൊന്നും ഇല്ലല്ലോ. ബുക്ക് അകത്തിരിപ്പുണ്ട്. ആ, ഇനി ഞാൻ ആ ബുക്ക് എടുത്തോണ്ട് വന്ന് നിന്നെ ബോധിപ്പിക്കണമായിരിക്കും ഞാൻ വായിക്കായിരുന്നെന്ന്. കേറി പോവാൻ നോക്ക്. ഇവരെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ സന്തോഷിക്കുന്നതിനുള്ള അസൂയാണ് അവർക്ക്. ഒന്നും കാര്യമൊക്കെ എടുക്കണ്ട. Take it easy. പോട്ടാ, ചെല്ല്. കുറച്ച് ജോലിയുണ്ട്. നടക്കട്ടെ. ചെല്ലം പാടി നടക്കണ പുൽച്ചാടി, ഞാനും അതെ പോലൊരു പുൽച്ചാടി. എന്താ? എനിക്ക് എവിടെങ്കിലും പോണം. നീ ഇപ്പൊ എവിടെ പോണു? എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവാൻ. പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? എനിക്കിവിടെ മടുത്തു. ആ മടുപ്പിന്റെ കാര്യം തോന്നുന്നു, ഞാൻ പറഞ്ഞുതരാം. ഒരു പണിയില്ലാതെ ഇവിടെ ഇരിക്കണോണ്ടാണ് ആ മടുപ്പ്. നീ ഇടയ്ക്ക് അടുക്കളയിലൊക്കെ പോയി ഒന്ന് കുക്കൊക്കെ ചെയ്ത് ഗാർഡനിങ് ഒക്കെ ചെയ്ത് പിന്നെ ഇവിടേക്ക് ഒന്ന് തൂത്തുറക്കി ആ വിചാരം പോവും. ഇതങ്ങനൊന്നും അല്ല. എന്നെ ആർക്കും ഇഷ്ടമല്ല. നിന്നെ ആർക്കാണ് ഇഷ്ടമല്ലാത്ത ഇവിടെ? ആർക്കാണെന്നോ? അമ്മയ്ക്ക് എന്നെ കാണുമ്പോ എന്തോ ഒരു വെറുപ്പ് പോലെയാ. സുരഭിയോടൊന്നും സംസാരിക്കാൻ യാതൊരു ഇഷ്ടക്കേടും ഇല്ല, ഭയങ്കര സ്നേഹമാ. പിന്നെ നിങ്ങളും. ഞാനാ? ആ, ഞാൻ അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. അനാവശ്യം പറയല്ലേ. എന്റെ ജീവിതത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയാണ്. അയ്യോ, അമ്മയോട് സ്നേഹമില്ലേ? സ്നേഹമുണ്ട്. ആ, പ്രതീഷിനോട് സ്നേഹമില്ലേ? ഒരു അനിയൻ എന്ന രീതിയിൽ എനിക്ക് അവന് കൊടുക്കണമല്ലോ സ്നേഹം. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞ കള്ളമല്ലേ ഞാൻ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന്? ഇതാണ് ചങ്ക് പറിച്ച് കാണിച്ചിരുന്നാൽ നീ ചെമ്പരത്തി പോകുന്നേ പറയുള്ളൂ. നിങ്ങൾ ഫുൾ ഉടായ്പാണ്. ഉടായിപ്പാ? ഞാനാ? ആ, ഇതേത് പൂച്ച വിളിച്ചത്? ഉണ്ണിയേട്ടനാണ്. ആ, സുനാജി, എന്ത് പറ്റും ഉണ്ണിയേട്ടാ? ബെടബേട്ട, ഒന്ന് വെളിയിലോട്ട് വരാവോ? ഉണ്ണിയേട്ടൻ കാര്യം പറഞ്ഞോ? അല്ല, അതെ, രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരോട് നിൽക്കുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് ഭാര്യ എടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് വരാവോ? അതെന്താ അങ്ങനെ ഒരു കാര്യം? കേട്ടായിരുന്നു. നല്ലപോലെ കേക്കായിരുന്നു. ഉണ്ണിയേട്ടാ, ഞാൻ വരാം. വരണം. ആ, വരാം. അതെന്താ ഞാൻ അറിയാത്തൊരു രഹസ്യം? എന്റെ ലക്ഷ്മി, വല്ല ബിസിനസിന്റെ കാര്യമായിരിക്കും. നിനക്ക് എല്ലാം അറിയണോ അല്ലേ? വരുമ്പോ എന്നോട് പറയണം. ഉണ്ണിയേട്ടാ, വണ്ടി സ്റ്റാർട്ടാക്കാതെ കാര്യം പറ.
ഈ പ്രായത്തില് ഇതൊക്കെ സ്വാഭാവികമാണ്. അതിൽ ഞാനൊന്നും തെറ്റു പറയുന്നില്ല. ജബൽപൂർ മേ ഇത് സാധാരണ ഹേ, ലേക്കിൻ ഈ കൊച്ചു കേരളത്തിൽ ഇത് അസാധാരണമാണ്. ഇങ്ങോട്ടാ നിങ്ങൾ കാര്യം ഒന്ന് തെളിച്ച് പറ. കൊച്ചു കള്ളൻ ഒന്നും അറിയാൻ മേയത്തിന്റെ കൂട്ട്. ഏതായി പെൺകുട്ടി? പെൺകുട്ടിയാ? പെൺകുട്ടി അതായത് കമ്പനി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച പെൺകുട്ടി ഏതാന്ന്? മനുഷ്യ അനാവശ്യം പറഞ്ഞോണ്ടല്ല, ഞാനത് താഴെ ഇടും. ഇപ്പൊ എനിക്കായ കുറ്റം. കത്തുവിടും. ഇത് വായിച്ചേ. ഇതാര്? അതാ എനിക്കും ചോദിക്കാനുള്ള. ഇത് ആര്? കോനയിലെടുക്കി. അത് എനിക്കെങ്ങനെ അറിയാം? പിന്നെ എനിക്കാണോ അറിയാവുന്നേ? വേണ്ടേ, ഈ കത്തിൽ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയുന്നുണ്ട് ഈ കമ്പനിയുടെ മുതലാളിയാണ് ആളെന്ന്. അത് ബെടാബേട്ട അല്ലാതെ വേറെ കോൻ. എന്റെ പൊന്നുണ്ണിയേട്ടാ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത്രക്കാരൻ നെഹിഹേ. അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം കയ്യാല പുറത്ത തേങ്ങ പോലെയാണ്. ഇനി ഇതും കൂടെ അവൾ അറിഞ്ഞാ എന്റെ കാര്യം തീർന്നു. അതെ, ഇതിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചോ? ഇതിന് ഉടനെ ഒരു തീരുമാനമായില്ലെങ്കിൽ അവര് TV-യിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇന്റർവ്യൂ. ഉണ്ണിയേട്ടന് ഇത് എവിടെ നിന്ന് കിട്ടി? ആരൊക്കെ എവിടുന്നെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചു. മാഡം, ഇത് അറിയുന്നതിന് മുമ്പേ സോൾവ് ചെയ്യണം പ്രശ്നങ്ങള്. എന്താ പറയാ? ഇപ്പൊ പെൺകുട്ടി എവിടെ കിട്ടി? അതല്ല, പിന്നെ അനിയൻകുട്ടനായിരിക്കും. അവനും കുറച്ചു ദിവസം മുതലാളിയായിട്ട് ഇരുന്നല്ല മില്ലില്. അതെ, എന്താ ഇത്? ഞാൻ പറയട്ടെ. എന്റെ കുടുംബജീവിതം ഒന്നുമില്ല. ഒന്നുമില്ലാതാണോ നിങ്ങൾ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നേ? ഞങ്ങക്ക് ബിസിനസിന്റെ കുറച്ച് ടെൻഷൻസ് പറയായിരുന്നു ചേട്ടൻ. ഉണ്ണിയേട്ടൻ വന്നേ. എന്തോ ഉണ്ടല്ലോ, ഇങ്ങനെ കിടന്നിട്ട് പതർന്നു. എവിടെ നിന്ന് കിട്ടിയത്? ഇത് നമ്മളെ പറമ്പിലുണ്ടായിരുന്നു, അപ്പുറത്തുണ്ടായിരുന്നു. ആണെന്ന് പറിച്ചാ? ഓ പിന്നെ നമ്മള് വീട് മാറുന്നാ? എങ്ങോട്ടാണ് മാറുന്നത്? വീട് മാറുന്ന? ഓ, ആര് പറഞ്ഞു? നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നാ? ഇല്ല. നിങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നാ? ഓ, പതുക്കെ പറ. ഇല്ല, അറിഞ്ഞില്ല. നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? ഇല്ല. അപ്പൊ എന്താണ് പ്രശ്നം? ആർക്കെന്ത് പ്രശ്നം? അല്ല, കൊച്ചമ്മയ്ക്ക് എന്താണ് പ്രശ്നം? അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മയ്ക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുണ്ട്. നമ്മളറിയാതെ ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. എന്ത് സംഭവം? അതാണ്. അതായത് പെട്ടെന്ന് ഒരാളങ്ങനെ വീട് മാറണമെന്ന് പറയില്ലല്ലോ. നമ്മളെ മാനേജരെ ഒരു പേപ്പർ കൊണ്ടുവന്ന് നമ്മളെ കൊച്ചമ്മേരെ കയ്യിൽ കൊടുത്തു. പേപ്പർ കാണാനും കൊച്ചമ്മേരെ മൂടങ്ങോട്ട് മാറി. നട്ടുച്ചയ്ക്ക് ഇതാ അമ്പലത്തിൽ പോകണമെന്ന് പോവുകയും ചെയ്തു. പേപ്പറിൽ എന്തോന്നായിരുന്നു? എനിക്കെങ്ങനെ അറിയാം? പിന്നെ അല്ല, സംഭവം എന്നെ കാണിച്ചിരുന്നെങ്കിൽ ഞാനത് എന്താണെന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ എന്നെ കാണിച്ചില്ല. അപ്പോ നമ്മളറിയാതെ എന്തോ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ട്. സത്യം തന്നെ? സത്യം, നമ്മൾ തന്നെ. ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഇത് കള്ളമാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ കൂമ്പിട്ട് ഞാൻ ഇടിക്കും. സത്യമാണെങ്കിൽ പിന്നെ എന്നെ ഇടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പറയണ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ തുറന്ന നുണയല്ലേ പറയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. അതേനാ, സത്യമാണോ ഇല്ലെന്ന് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. അല്ല, സത്യമാണെങ്കിൽ പിന്നെ എന്നെ ഇടിക്കേണ്ട കാര്യമില്ലല്ലോ. മുത്തുവണ്ണ അങ്ങനല്ല. ഈ കാര്യം സത്യമാണോ ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. അഥവാ ഇത് സത്യം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂമ്പിലിട്ട് ഞാൻ ഇടിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. സത്യമാണെങ്കിൽ എന്നെ ഇടിക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കയറി ഇടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആദ്യം പോയി അന്വേഷിച്ചു ശരിയാക്കി തരാം. കണ്ടുപിടിക്കും. ഞാനും കണ്ടുപിടിച്ചിട്ട് വേണ്ട. എന്നാലും എന്തിനായിരിക്കും വീട് മാറുന്നത്? എടാ പറടാ, സത്യം പറ. ഏതാ പെണ്ണ്? ഏത് പെണ്ണ് ചേട്ടാ? അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളടാ. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്റെ നിലയിൽ വെച്ച് തന്നെ. നിങ്ങൾ എന്തിനാ എന്റെ നിലയിൽ വെച്ച് ശ്രമിക്കുന്നത്? അത് ഞാൻ അല്ലാത്തതുകൊണ്ട്. എന്നിട്ടായിരിക്കും മറ്റേ പേപ്പറിനകത്ത് കമ്പനിയുടെ മുതലാളിയാന്നൊക്കെ പറഞ്ഞ് വെച്ച് കൊടുത്തത്. ചെറ്റത്തരം കാണിച്ചോട്ടെ, അത് അംഗീകരിക്കും. അല്ലാതെ വെറുതെ കിടന്ന് നന്മമരം കളിക്കാതിരിക്കല്ലേ. പോടോ.
ചേട്ടാ ഒരു കാര്യം പറയാം, കഴുത്തിന് എന്ത് കഴിഞ്ഞാൽ ചേട്ടന്റെ വയറ് ഞാൻ കുത്തി പൊട്ടിക്കും. നിനക്കെന്റെ ഇഞ്ചൊക്കെ അറിഞ്ഞൂടാ. കണ്ണീർ അടിച്ചു കുടിച്ചോളൂ. എന്താ ഇവിടെ എന്ത് ഒളിഞ്ഞു നോക്കുന്നു? ഞാനൊന്നും ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല. പിന്നെ ചുവരിൽ വെച്ചതല്ല ഒറ്റിയെന്ന് നോക്കണതാ. ആ പറഞ്ഞില്ല, ഭയങ്കര പൊടിയാട്ടോ. നാണ ഇല്ലല്ല, എല്ലാരും കുറ്റം പറയും 100 നാവ്. എന്നിട്ട് സ്വന്തമായിട്ടാണെങ്കിലാ കഷ്ടം. ഞാൻ എന്റെ പ്രക്ഷോഭനെ നോക്കി വന്നതാ. പക്ഷെ ഇതിന്റെ അകത്തായിരിക്കുന്നത് ഇതിനകത്തുണ്ട് അവരെന്താണ്ടൊക്കെ ചെയ്യുന്നു. അത് ഇങ്ങനെയാണോ ഒന്ന് ഒളിഞ്ഞു നോക്കേണ്ടത്? ഡോറ് കൊട്ടിട്ട് സംസാരിക്കണം. ഇവിടെ മാറ് പ്രതീക്ഷ. ഇവിടെ എന്താ പ്രശ്നം? എന്താ പറ്റിയാ? ഒന്നുമില്ല സുരഭി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് തളർന്നിരിപ്പാ. കള്ളം പറയരുത്. എന്തോ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാനേജറാണ്, എന്താ പറ്റിയാ? വെള്ളോ? പാനി ദീജിയേ. മതിയാ? മതി. എന്തു പറ്റിയാ? സുരഭി ഒന്നുമില്ല, നീ വീട്. പ്രദർശനം മിണ്ടാതിരിക്കെ. എന്തു പറ്റി മാനേജറാണ്? ഏതോ ഒരു പെൺകുട്ടിക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവരിലാരോ ഒരാൾ ആ പെൺകുട്ടിയെ പറ്റി. അയ്യോ, അതിപ്പോ ഉമ്മക്കത്ത് വെച്ചിരിക്കുന്നു. ഉമ്മക്കത്തോ? ഉമ്മക്കത്തല്ല, ഊമക്കത്ത്. ഓ, അപ്പൊ അതാണ് കാര്യം. ആ, അപ്പൊ അത് കാരണമാണ് ഇവർ രണ്ടും കൂടെ അടി ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായില്ലേ. അവള് TV ന്യൂസ് കൊടുക്കുമെന്ന്. അയ്യോ, ഇവരിൽ ആരെയും പലോടി ഒപ്പിച്ചത്? സുരഭി എന്താണേലും ഞാനല്ല, എന്റെ കാര്യം തന്നെ ഒരു തീരുമാനമാവാതിരിക്കുക. പിന്നെ ഞാൻ എങ്ങനെ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പോകുന്നേ? പറഞ്ഞേ. പ്രക്ഷോഭേട്ട, അത് നിങ്ങളല്ലേ? നീ എന്തോന്നൊക്കെയാണ് ഈ പറയണത്? ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അന്ന് ഏതോ ഒരു സിനി തോമസ്. സിനി തോമസ് അല്ല, സിനി വർഗീസ്, രവീന്ദ്രന്റെ മോള്. ഏതോ കൊച്ചപ്പന്റെ മോളായാലും അവള് ഇന്ന് ഏതോ പെണ്ണ് കത്ത് എഴുതിയിരിക്കണു. ഞാൻ ഇനി ജീവനോട് ഇരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ലക്ഷ്മി, എന്നോടൊന്നും പറയണ്ട. ലക്ഷ്മി, ഞാൻ പറയണേക്ക്. മോളെ, ഞാൻ ഇനി ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. അയ്യോ മോളെ, പറയണേക്ക്. പോവല്ലേ? ഞാൻ ഇന്ന് ചാടിച്ചാവോ? എന്നെ പറ്റിക്കായിരുന്നു. അയ്യോ മോളെ, അബദ്ധമൊന്നും കാണിക്കല്ലേ. അയ്യോ, നീ ഇവിടെ വന്നേ. എനിക്ക് ആ പെണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് മറച്ചു വെച്ചത്. എടി, അത് നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. നോയിക്കൊണ്ടിരിക്കാതെ പറയണം. എന്താണെങ്കിലും കണ്ടുപിടിക്കാന്ന്. ഒരു കണ്ടുപിടുത്തമില്ല. ഇങ്ങനെ എന്നോട് സ്നേഹം കാണിക്കാതിരുന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു വേറൊരു സൈഡ് ബന്ധമുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് തൃപ്തിയായി. ഞാൻ ഇപ്പൊ മരിക്കും. ചാടില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും ചാടാൻ പോടാ. അയ്യോ, എന്തിന്? എന്റെ പൊന്നേട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടെ നിർത്തിക്കേ. ഇല്ലടാ, ഞാൻ പോണ്. വിശ്വാസം ഇല്ലടാ, ഇവിടെ മുമ്പ് ഞാൻ നിക്കണില്ല. നീ അമ്മ പൊന്നു പോലെ നോയിക്കോണേ. അയ്യോ, ഏട്ടാ. അയ്യോ, പ്രസവേട്ടാ. അയ്യോ, പ്രസവേട്ടാ, എന്താ പറ്റിയേ? അയ്യോ, പ്രസവേട്ടാ. എടാ, നോക്കി നിൽക്കാടെ, എന്താ നോക്ക്. പ്രസവേട്ടാ, എന്താ പറ്റി? എന്താ പറ്റി? ഓവർ ആക്ടിങ് ആണെന്ന് പറയത്തേ ഇല്ല. പ്രസവേട്ടാ. ഏട്ടാ, എനിക്ക് ഏട്ടനൊന്നുമില്ല. ഇത് ചെറുതായിട്ടൊരു ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോ ഓക്കെയോ? പൊക്കിച്ചോ. പ്രസവേട്ടാ. എന്താ മാനേജരെ, വല്ല ഊഹവും കിട്ടിയോ? ജീനഹി മാഡം, അതിപ്പോഴും ഒരു സസ്പെൻസായി നിലനിൽക്കുന്നു. ഓ, പിന്നെ താൻ എന്തുവാ അതിന്റെ പട്ടയ്ക്ക് കയറി കിടന്നോണ്ട് ഈ കാണിച്ചത്? ഞാനല്ല ചെയ്തത് മാഡം, പിള്ളേരാ ചെയ്തത്. അവര് ശരിക്കും എന്നെ പഞ്ഞി കിട്ടു. ഓ, എന്റെ മാനേജരെ,
ഈ ന്യൂസ് പുറത്തു വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പോംവഴി കാണണ്ടേ? അല്ല, അക്കാര്യത്തിൽ മാഡം പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കേസ് സുരഭി ഏറ്റെടുത്തു കഴിഞ്ഞു. അവള് വേണ്ട എല്ലാം ചെയ്തോളും. അതുവരെ ടു ബി കണ്ടിന്യൂ. എന്തോന്ന്? ടു ബി കണ്ടിന്യൂ. ഓ, എത്ര വേഗം പറഞ്ഞു ടു ബി കണ്ടിന്യൂഡ്. ഈശ്വര.